ആറ്റുകാൽ ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ്. 2026 മാർച്ച് 3-ാം തീയതിയാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ഇടുന്നവർ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല വ്രതകാലത്ത് ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കേണ്ടതുമാണ്. പൊങ്കാലയുടെ തലേ ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ദേവി സ്തോത്രങ്ങൾ ജപിക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതുമെല്ലാം തന്നെ നല്ലതാണ്. പൊങ്കാലയിടുന്നവർ പുത്തൻ കോടി വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണെങ്കിലും അതിന് സാധിക്കാത്തവർക്ക് അലക്കി തേച്ച കോടി വസ്ത്രവും ഉപയോഗിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിച്ച് ശുദ്ധമായ ശരീരവും മനസ്സുമായി വേണം പൊങ്കാലയിടാൻ. വ്രതകാലത്ത് നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കണം. പുലവാലായ്മ ഉള്ളവർ പൊങ്കാലയിടരുത്. ഇനി പ്രസവിച്ചവർ 90 കഴിഞ്ഞേ പൊങ്കാലയിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാവുന്നതാണ്. പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകണം. അഴുക്കുചാലിലോ കുഴിയിൽ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത്. ഒഴുക്കുള്ളതോ ശുദ്ധമായോ ആയ ജലത്തിൽ വസിക്കുന്ന മീനുകൾക്കോ പക്ഷിമൃഗാദികൾക്കോ ആഹാരമായി നൽകുകയും വേണം. തിളച്ചു മറിഞ്ഞു തൂവുമ്പോഴാണ് പൊങ്കാല സമർപ്പണം പൂർണ്ണമാവുക. ഓരോ ദിക്കിലേക്ക് തിളച്ചു തൂവുന്നതിനും ഓരോ ഫലങ്ങളാണ്. കിഴക്കോട്ട് തൂകിയാൽ ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കുമെന്നാണ് വിശ്വാസം. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം താമസം വരും. പടിഞ്ഞാറു ഭാഗത്താണെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. തെക്കോട്ടായാൽ ദുരിതവും ക്ലേശങ്ങളും മാറിയിട്ടില്ല എന്നാണ് അർത്ഥം. പ്രധാന വഴിപാടായ പൊങ്കാല പായസത്തിന്റെ കൂടെ വെള്ള നിവേദ്യം, തെരളി, മണ്ടപ്പുറ്റ് എന്നിവയും പൊങ്കാലയോടൊപ്പം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ്. അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയാണ് വെള്ള നിവേദ്യം. ധനധാന്യ സമൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയാണ് വഴനയിലയിൽ ഉണ്ടാക്കുന്ന തെരളി എന്ന അട. വിട്ടുമാറാത്ത തലവേദനയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ്. ഭക്തിപൂർവം എവിടെയിരുന്നും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാല ഗൃഹ ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കും സന്താന സൗഖ്യത്തിനും സൽസന്താന ലാഭത്തിനും നല്ലതാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് ദേവിയെ സങ്കല്പിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്ത് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളൊരു ദേവി ഭക്തനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആറ്റുകാലമ്മേ ശരണം എന്ന് കമന്റ് കൂടി ചെയ്യുക.